ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. എല്ലാവർക്കും KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് ആണ്. ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൊഡ്യൂൾ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ 4th മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. CET 203 ആണ് സബ്ജക്റ്റ് കോഡ് വരുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് 3 hours ടൈമിൽ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 4ൻ്റെ സിലബസ് വരുന്നത് ഫസ്റ്റ് ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ പൈപ്പ് ഫ്ലോ ആൻഡ് ഓപ്പൺ ചാനൽ ഫ്ലോ, ദെൻ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ ചാനൽസ്, ദെൻ ടൈപ്സ് ഓഫ് ചാനൽസ്, ടൈപ്സ് ഓഫ് ഫ്ലോ, ദെൻ ജോമെട്രിക് എലമെൻറ്റ്സ് ഓഫ് ചാനൽ സെക്ഷൻ, യൂണിഫോം ഫ്ലോ കമ്പ്യൂട്ടേഷൻസ്, അതായത് ചെസീസ് ഈക്വേഷൻ, കട്ടേഴ്സ് ആൻഡ് മാനിങ്സ് ഫോർമുല അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ദെൻ വരുന്നത് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻസ്, അതിൻ്റെ ഉള്ളിൽ തന്നെ റെക്റ്റാങ്കുലർ, ട്രയാങ്കുലർ ആൻഡ് ട്രപ്പീസോയിഡൽ സെക്ഷൻസ്, ദെൻ കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ആൻഡ് മാക്സിമം വെലോസിറ്റി ത്രൂ ദി സർക്കുലർ ചാനൽ, ദെൻ വരുന്നത് കൺവേയൻസ് ആൻഡ് സെക്ഷൻ ഫാക്ടർ, ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് ഫ്ലോ മെഷർമെൻറ്റ് ഇൻ ചാനൽസ്, അതിൻ്റെ ഉള്ളിൽ വരുന്നത് നോച്ചസ് ആൻഡ് വിയേഴ്സ്, then discharge computations using viers, then velocity of approach and end contraction. അത് കൺസിഡർ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് മെയിനായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരാറുള്ളത് വെലോസിറ്റി ഓഫ് അപ്രോച്ചും എൻഡ് കോൺട്രാക്ഷനും കൺസിഡർ ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ ഡിസ്ചാർജ് ഇക്വേഷൻസ് ഓഫ് റെക്റ്റാങ്കുലർ വിയർ, ട്രയാങ്കുലർ വിയർ, ട്രപ്പീസോയിഡൽ വിയർ, ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിപ്പോലിറ്റി വിയർ. ഓക്കെ, ദെൻ സബ്മേഴ്സ്ഡ് വിയർ ആൻഡ് ബ്രോഡ് കസ്റ്റഡ് വിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് 4th മൊഡ്യൂളിൻ്റെ സിലബസ് വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് 3 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 4 നിന്ന് പാർട്ട് എയിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സപ്രസ്ഡ് വിയർ ആൻഡ് കോൺട്രാക്റ്റഡ് വിയർ. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ സപ്രസ്ഡ് വിയർ എന്താണെന്ന് നമ്മൾ എഴുതുന്നതിന് 1.5 മാർക്സും കോൺട്രാക്റ്റഡ് വിയർ എന്താണെന്ന് എഴുതുന്നതിന് 1.5 മാർക്സും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ, അതായത് GVL ആൻഡ് റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ RVL. GVLും RVLും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യന് 1.5 മാർക്സും സെക്കൻഡ് ക്വസ്റ്റ്യന് സബ് ക്രിട്ടിക്കലും സൂപ്പർ ക്രിട്ടിക്കലും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് 1.5 മാർക്സും ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിവൈഡ് ചെയ്ത് പോയിട്ടാണ് ഈ ഓരോ സെക്ഷനിൽ ഈ ഫസ്റ്റ് സെക്ഷനിൽ 1.5 മാർക്സിനെ എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുള്ള മാർക്സാണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോനും റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോനും. അപ്പോൾ നമ്മൾ വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട, ജസ്റ്റ് അതൊന്ന് എന്താണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് ഫസ്റ്റത്തെ. സപ്രസ്ഡ് വിയറും കോൺട്രാക്റ്റഡ് വിയറും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സപ്രസ്ഡ് വിയർ ആൻഡ് കോൺട്രാക്റ്റഡ് വിയർ. ഓക്കെ, viers may be classified according to the effect of the sides on the issuing nappy. ഓക്കെ, നാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഷീറ്റ് ഓഫ് വാട്ടർ വിച്ച് ഓവർഫ്ലോസ് ദി വിയർ. ആ വിയറിൻ്റെ ഇതാണ് ഒരു വിയർ എന്ന് പറയുമ്പോൾ വിയറിൻ്റെ എബോവ്, വിയറിൻ്റെ മുകളിൽക്കൂടെ ഓവർഫ്ലോ ചെയ്യുന്ന ആ ഒരു ഷീറ്റ് ഓഫ് വാട്ടറിൻ്റെ ഷേപ്പിനെയാണ് നമ്മൾ നാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, എഫക്ട്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഇഷ്യൂയിങ് നാപ്പി. ആ നാപ്പിയുടെ സൈഡ്സിന് വരുന്ന എഫക്റ്റാണ് നമ്മൾ വിയേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വിയറിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഓക്കെ, ദ വിയർ വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ, അതിനെയാണ് നമ്മൾ സപ്രസ്ഡ് വിയർ എന്ന് പറയുന്നത്. എൻഡ് കോൺട്രാക്ഷൻ ഇല്ലാത്ത വിയറിനെയാണ് നമ്മൾ സപ്രസ്ഡ് വിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സപ്രസ്ഡ് വിയറിൽ ചാനലിൻ്റെ വിഡ്ത്തും നമ്മുടെ വിയറിൻ്റെ ക്രസ്റ്റിൻ്റെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അതായത് ഇതാണ് ചാനലിൻ്റെ വിഡ്ത്ത് വരുന്നത്. സിമിലർലി നമ്മുടെ വിയറിൻ്റെ ക്രസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നതും സെയിം ആണ്. അതായത് L = B ആണ് സപ്രസ്ഡ് വിയറിൻ്റെ കേസിൽ. ഓക്കെ, സപ്രസ്ഡ് വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ ആണ്, എൻഡ് കോൺട്രാക്ഷൻ സംഭവിക്കാത്തത്. ഓക്കെ, അപ്പോൾ അതായത് ഇതിൽ ലെങ്ത് ഓഫ് ദി ക്രസ്റ്റിൻ്റെ ആ ഒരു വിയറിൻ്റെ ക്രസ്റ്റിൻ്റെ ലെങ്ത്തും ഈ ചാനലിൻ്റെ വിഡ്ത്തും, ചാനലിനൊരു വിഡ്ത്ത് ഉണ്ടായിരിക്കും, അതാണ് B. ആ ചാനലിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ ഈ ഒരു ഇത്രയും വിഡ്ത്തിലാണ് ഈ ഒരു ചാനൽ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇതാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ വിഡ്ത്തും നമ്മളിവിടെ ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്തേക്കാണ്. ഇത് ടോപ്പ് വ്യൂ ആണ് വരച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ് ഫ്ലോ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഇതിൽ നമ്മളൊരു വിയർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതാണ് ഈ ഒരു ചാനലിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഓക്കെ, ചാനലിൻ്റെ വിഡ്ത്ത് B. ദെൻ അവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ വിയറിൻ്റെ ലെങ്ത്ത് L. ഓക്കെ, അപ്പോൾ ആ ഒരു
ലെങ്ത്ത് വരുന്നതും L, ആ ഒരു ലെങ്ത്ത് വരുന്നത് ഈ ഒരു ചാനലിൻ്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. അതായത് രണ്ടും ഈക്വൽ ആയിരിക്കുന്നു. ഈ ഒരു ലെങ്ത്ത് വരുന്നതും ചാനലിൻ്റെ വിഡ്ത്ത് വരുന്നതും ഈക്വൽ ആയിരിക്കും. കോൺട്രാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് സപ്രസ്ഡ് വിയർ. വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷനാണ് നമ്മൾ സപ്രസ്ഡ് വിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോൺട്രാക്ഷൻ നടന്നിട്ടുള്ളത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ക്രസ്റ്റിൻ്റെ ലെങ്ത്ത്, അതായത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വിയറിൻ്റെ ക്രസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഈ ഒരു L ഡിസ്റ്റൻസിലാണ്. ദെൻ ചാനലിൻ്റെ വിഡ്ത്ത് വരുന്നത് ഈ ഒരു B ഡിസ്റ്റൻസിലാണ്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം L ഈസ് ലെസ് ദാൻ B. ക്രസ്റ്റിൻ്റെ ലെങ്ത് ഈസ് ലെസ് ദാൻ ദി വിഡ്ത്ത് ഓഫ് ദി ചാനലാണ്. അതാണ് കോൺട്രാക്റ്റഡ് വിയർ. അതായത് അതിനൊരു എൻഡ് കോൺട്രാക്ഷൻ സംഭവിച്ചു. ഈ ഒരു എൻഡിൽ കോൺട്രാക്ഷൻ സംഭവിച്ചു. ഓക്കെ, അതാണ് കോൺട്രാക്റ്റഡ് വിയർ. വിത്ത് എൻഡ് കോൺട്രാക്ഷനെയാണ് നമ്മൾ കോൺട്രാക്റ്റഡ് വിയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഫിഗർ. അപ്പോൾ 1.5 മാർക്സിൻ്റെ അതായത് സപ്രസ്ഡ് വിയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 1.5 മാർക്സും കോൺട്രാക്റ്റഡ് വിയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 1.5 മാർക്സും ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം സപ്രസ്ഡ് വിയർ എന്താണെന്ന് നോക്കാം. സപ്രസ്ഡ് വിയർ ഇസ് ഇഫ് വാട്ടർ ഈസ് അലൗഡ് ടു ഫ്ലോ ഓവർ ദി എൻറ്റയർ ലെങ്ത് ഓഫ് ദി വിയർ സോ ദാറ്റ് ദി ക്രസ്റ്റ് ലെങ്ത് ഓഫ് ദി വിയർ ഈസ് ഈക്വൽ ടു ദി വിഡ്ത്ത് ഓഫ് ദി ചാനൽ. നേരത്തെ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ ദെൻ ഇതാണ് ചാനൽ എന്ന് വിചാരിക്കാം. ഓക്കെ, ചാനലിൻ്റെ ഇതാണ് വിഡ്ത്ത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. അപ്പോൾ ഇത്രയും വിഡ്ത്തിക്കൂടെയാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു വിഡ്ത്തിക്കൂടെയാണ്. ആ വിഡ്ത്ത് എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വിയറിൻ്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും ഇൻ കേസ് ഓഫ് സപ്രസ്ഡ് വിയർ. സപ്രസ്ഡ് വിയറിൻ്റെ കേസിൽ ചാനലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ക്രസ്റ്റിന് ഈക്വൽ ആയിരിക്കും. അതായത് ക്രസ്റ്റ് ലെങ്ത്തിന് വിഡ്ത്ത് ഓഫ് ദി ചാനൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. ക്രസ്റ്റ് ഓഫ് ലെങ്ത് ഓഫ് ദി വിയർ ഈസ് ഈക്വൽ ടു ദി വിഡ്ത്ത് ഓഫ് ദി ചാനൽ. Then the nappy emerging from the weir is not affected by the sides. Okay, സൈഡ്സിൽ ഈ നാപ്പി എമർജ് ചെയ്യുന്ന ആ ഒരു നാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഒരു വിയറിൻ്റെ മുകളിൽ ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഷീറ്റ് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ നാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ നാപ്പി എമർജിങ് ഫ്രം ദി വിയർ ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദി സൈഡ്സ്. ഓക്കെ, സൈഡ് കൊണ്ട് എഫക്റ്റഡ് ആവണില്ല. എന്തുകൊണ്ടാണ്? ഇത് കോൺട്രാക്റ്റഡ് വിയർ അല്ല. വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷനെയാണ് നമ്മൾ സപ്രസ്ഡ് വിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ നാപ്പിക്ക് എഫക്റ്റ് ഒന്നും സംഭവിക്കുന്നില്ല. ആ നാപ്പി എങ്ങനെയാണ് വരുന്നത്? അതായത് ആ നാപ്പി ഇതാണ് വിയർ. ഓക്കെ, അപ്പോൾ ദെൻ ഈ നാപ്പി എങ്ങനെയാണോ വരുന്നത് ആ ഒരു ആ ഒരു വിഡ്ത്തിൽ തന്നെയാണ് അത് അഗെയിൻ വിയർ കഴിഞ്ഞിട്ട് മൂവ് ചെയ്യുന്നത് ആ ഒരു വിഡ്ത്തിൽ തന്നെയാണ്. സോ അതിൻ്റെ സൈഡ്സിനൊന്നും എഫക്ട്സ് ഒന്നും വരുന്നില്ല. സോ it does not undergo contraction. കോൺട്രാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. വിയറിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു അക്രോസ്, ആ ഒരു ചാനലിൻ്റെ അക്രോസ് നമ്മൾ ആ ഒരു വിയർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഇതാണ് ഒരു ചാനൽ. അതിൻ്റെ അക്രോസ് നമ്മൾ ഈ ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്തേക്കാണ്. സോ ഇതിൻ്റെ വിയറിൽ എത്തനേക്കാളും തൊട്ട് മുമ്പുള്ള ആ ഒരു വിഡ്ത്തും അത് കഴിഞ്ഞിട്ടുള്ള വിഡ്ത്തും ഈക്വൽ ആണ്. ഓക്കെ, അതിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സോ അതിനെയാണ് നമ്മൾ പറയുന്നത് സപ്രസ്ഡ് വിയർ. അതായത് വിയർ വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ. അതിൽ എൻഡ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നില്ല. അതായത് ക്രസ്റ്റ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു ദി വിഡ്ത്ത് ഓഫ് ദി ചാനലാണ്. ഓക്കെ, ബിക്കോസ് ദി എൻഡ് കോൺട്രാക്ഷൻസ് ആർ സപ്രസ്ഡ്. സപ്രസ്ഡ് വിയർ എന്ന് പറയുന്നത് എൻഡ് കോൺട്രാക്ഷൻ സപ്രസ് ചെയ്തിരിക്കുകയാണ്. എൻഡ് കോൺട്രാക്ഷൻ അവിടെ ഇല്ല. ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ വിത്ത് എൻഡ് കോൺട്രാക്ഷൻ. അതായത് കോൺട്രാക്റ്റഡ് വിയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കോൺട്രാക്റ്റഡ് വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കോൺട്രാക്റ്റഡ് വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എൻഡ് കോൺട്രാക്ഷൻ. സപ്രസ്ഡ് വിയർ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് എൻഡ് കോൺട്രാക്ഷൻ ഒന്നുമില്ല. എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ അത് വിയറിൻ്റെ അബോവ് പാസ് ചെയ്ത് പോകണം. സൈഡിൽ അതിൻ്റെ നാപ്പിക്ക് എഫക്ട്സ് ഒന്നും വരുന്നില്ല. ഓക്കെ, ദെൻ കോൺട്രാക്റ്റഡ് വിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻഡ് കോൺട്രാക്ഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണൊരു വിയർ എന്ന് എടുക്കുമ്പോൾ ചാനലിൻ്റെ വിഡ്ത്ത് ഇതാണ് ചാനലിൻ്റെ വിഡ്ത്ത് ടോട്ടൽ. ഇതാണ് ചാനലിൻ്റെ വിഡ്ത്ത് B വരാം. ഓക്കെ, ദെൻ എൻഡ് കോൺട്രാക്ഷൻ നടന്നിട്ടുള്ള ഈ ഒരു വിയർ എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷനിൽ എൻഡ് കോൺട്രാക്ഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ഈ ഒരു L ലെങ്ത്തിലാണ് നാപ്പി കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് നാപ്പി ഈ ഒരു L ലെങ്ത്തിലാണ് മൂവ് ചെയ്യുന്നത്. സോ വിഡ്ത്ത് ഓഫ് ദി ചാനലിനേക്കാളും കുറവാണ് ആ ഒരു ലെങ്ത്ത്. ക്രസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിനേക്കാളും കുറവാണ്. ക്രസ്റ്റിൻ്റെ ലെങ്ത്ത് തൊട്ട് മുമ്പത്തെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ക്രസ്റ്റിൻ്റെ ലെങ്ത്തും ചാനലിൻ്റെ ലെങ്ത്തും ഈക്വൽ ആണ്.
കോൺട്രാക്റ്റഡ് വിയറിൻ്റെ കേസ് വരുമ്പോൾ ക്രസ്റ്റിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടെ ഡിക്രീസ് ആയേക്കാണ്. ഓക്കെ, ടോട്ടൽ ബി ആണ് ചാനലിൻ്റെ വിട്ട് വരുന്നത്. ദെൻ അതിൻ്റെ എക്രോസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന വിയറിന് കോൺട്രാക്ഷൻ ഉണ്ട്. സോ എൻ കോൺട്രാക്ഷൻ കാരണം അതിൻ്റെ ലെങ്ത്ത് ടോട്ടൽ ചാനലിൻ്റെ വിട്ടിനേക്കാളും കുറവായിരിക്കും നമ്മുടെ ക്രസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോ നമുക്ക് കാണാം. ഫ്ലോ എൻ കോൺട്രാക്ഷൻ കാരണം ഫ്ലോയിൽ ചേഞ്ചസ് വന്നു. തൊട്ട് മുമ്പത്തെ ഫിഗറിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആ നാപ്പിക്ക് വേറെ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല, സൈഡിൽ എഫക്ട്സ് ഒന്നും വരുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കേസിൽ ഈ നാപ്പിയുടെ സൈഡിൽ എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. നാപ്പി മൂവ് ചെയ്യുമ്പോൾ എൻ കോൺട്രാക്ഷൻ കാരണം അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, if water is allowed to flow over a portion of the weir so that the crest length of the weir over which the water flows is less than the width of the channel. Okay, L is less than the width of the channel. Crest length എന്ന് പറയുന്നത് width of channelനേക്കാളും കുറവായിരിക്കും. Then the nappy emerging from the weir is affected by the sides and it gets contracted. അത് കാരണം നാപ്പി എമർജിങ് അതിൽ നിന്ന് വരുന്ന നാപ്പി എമർജ് ചെയ്യുന്ന നാപ്പി is affected by the side. ആ കോൺട്രാക്ഷൻ കാരണം അതിൻ്റെ സൈഡ് എഫക്റ്റഡ് ആവും ആൻഡ് ഇറ്റ് ഗെറ്റ്സ് കോൺട്രാക്റ്റഡ്. അത് കോൺട്രാക്ട് ചെയ്തിട്ടാണ് ആ നാപ്പി. ഇത്രയും ഇതിൽ നിന്ന് എൻറ്റർ ചെയ്തിരുന്ന ആ ഒരു ഫ്ലോ ഈ ഒരു കോൺട്രാക്റ്റഡ് വിയർ കാരണം അതിൽ കോൺട്രാക്ഷൻ സംഭവിച്ച് അതിൻ്റെ ആ ഒരു ഷേപ്പിന് ചേഞ്ചസ് വന്നു. സോ അതിനെയാണ് നമ്മൾ കോൺട്രാക്റ്റഡ് വിയർ എന്ന് പറയുന്നത്. ഓക്കെ, കോൺട്രാക്റ്റഡ് റെക്ടാങ്കുലർ വിയറിൽ എൽ ഇസ് ലെസ് ദാൻ വിഡ്ത്ത് ഓഫ് ദി ചാനൽ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രാജുവലി വേരിഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ. ഗ്രാജുവലി വേരിഡ് ഫ്ലോയും റാപ്പിഡ്ലി വേരിഡ് ഫ്ലോയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഗ്രാജുവലി വേരിഡ് ഫ്ലോയും റാപ്പിഡ്ലി വേരിഡ് ഫ്ലോയും എക്സാമ്പിൾ നോൺ യൂണിഫോം ഫ്ലോനാണ് എക്സാമ്പിൾ. ഓക്കെ, സാധാരണ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡെപ്ത്ത് ടൈമിനനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, ഈ ഒരു ഡെപ്ത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും ഈ ഒരു ഡിസ്റ്റൻസിൽ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഫ്ലോ ചെയ്തിരുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട്, ഡെപ്ത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ യൂണിഫോം ഫ്ലോൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാജുവലി വേരിഡ് ഫ്ലോയും റാപ്പിഡ്ലി വാരിഡ് ഫ്ലോയും. ഗ്രാജുവലി വേരിഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോൻ്റെ ഡെപ്തിൻ്റെ വേരിയേഷൻ സംഭവിക്കുന്നത് ഗ്രാജുവലി ആണ്. നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ യൂണിഫോം ആയിട്ട് വന്നിരുന്ന ആ ഒരു ഫ്ലോ ഗ്രാജുവലി അതിൻ്റെ വേരിയേഷൻ സംഭവിച്ചു. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രാജുവലി വേരിഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ്, അതായത് ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്നാണ് അതിൻ്റെ ഫ്ലോയിൽ വേരിയേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ തന്നെ റാപ്പിഡ്ലി ആണ് അതിൻ്റെ അത് ഫ്ലോ വേരി ചെയ്യുന്നത്. ഓക്കെ, നോൺ യൂണിഫോം ഫ്ലോ ഓർ വേരിഡ് ഫ്ലോ ഇഫ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ വൈ ചേഞ്ചസ് ഫ്രം ദ സെക്ഷൻ ടു സെക്ഷൻ. അതായത് ഡെപ്ത് ഓഫ് ഫ്ലോ നമ്മൾ പറഞ്ഞു ഇത്രയാണ് ഇതിൻ്റെ ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്, ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്, ഈ ഒരു ഡിസ്റ്റൻസിൽ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മളതിനെ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ യൂണിഫോം ഫ്ലോൻ്റെ കേസിലാവുമ്പോൾ ഈ ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ if the depth of flow y changes from section to section along the length of the channel, ഈ ഒരു ലെങ്ത്തിൽ നമ്മുടെ y ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് നമ്മൾ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഡോ വൈ ബൈ ഡോ എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0. നോൺ യൂണിഫോമിൻ്റെ കേസിൽ ഡോ വൈ ബൈ ഡോ എക്സ്, അതായത് വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത്ത് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, അതായത് ആ ഒരു ഫ്ലോൻ്റെ ഡെപ്ത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ് വിൽ നോട്ട് ബി യൂണിഫോം. അതാണ് നോൺ യൂണിഫോം ഫ്ലോ. Varied flow may be further classified into rapidly varied flow and gradually varied flow. Okay, RVF നും GVF നും നമ്മൾ അതിനെ again classify ചെയ്യും. ഓക്കെ, ദെൻ അതിൽ ഗ്രാജുവലി വേരിഡ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ദി ഡെപ്ത് ഓഫ് ഫ്ലോയിലെ ചേഞ്ച് ടേക്സ് പ്ലേസ് ഗ്രാജുവലി ആണ് ഡെപ്ത് ഓഫ് ഫ്ലോയിലെ ചേഞ്ച് സംഭവിക്കുന്നത്. Okay, the gradually varied flow is steady non-uniform flow in which the depth of flow varies gradually. Okay, gradually depth of flow change ആവുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ gradually varied flow എന്ന് പറയുന്നത്. Okay, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് flow upstream of a weir or a dam, then flow downstream of a sluice gateൻ്റെ downstreamൽ വരുന്ന flow, then flow in channels with break in the bottom slopes. ഈ മൂന്നുമാണ്
ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ദെൻ റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ. റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ചസ് അബ്രപ്റ്റ്ലി ഓവർ എ കമ്പാരിറ്റീവ്ലി ഷോർട്ട് ഡിസ്റ്റൻസ്. ഓക്കെ, ഇതൊരു ലോങ് ഡിസ്റ്റൻസിൽ സംഭവിക്കുന്നതാണ് നോൺ യൂണിഫോം ഫ്ലോ. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഈ ഒരു സെക്ഷനിലേക്ക് ഈ ഒരു ലോങ് ഡിസ്റ്റൻസിൽ പതുക്കെ സ്ലോലിയാണ് അതിൻ്റെ ഗ്രാജുവലിയാണ് ഡെപ്ത് ഓഫ് ഫ്ലോ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസിൽ ഗ്രാജുവലി പതുക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ ഗ്രാജുവലി വേരിഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലാണ് പെട്ടെന്നൊരു വേരിയേഷൻ സംഭവിക്കുന്നത് ഫ്ലോയ്ക്ക്. അതുകൊണ്ടാണ് നമ്മളതിനെ റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ ഇഫ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ചസ് അബ്രപ്റ്റ്ലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓവർ എ കമ്പാരിറ്റീവ്ലി ഷോർട്ടർ ഡിസ്റ്റൻസ് ദ ഫ്ലോ ഈസ് ക്യാരക്ടറൈസ്ഡ് ആസ് റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ. അബ്രപ്റ്റ്ലി ഓവർ എ കമ്പാരിറ്റീവ്ലി ഷോർട്ട് ഡിസ്റ്റൻസ്. ഓക്കെ, അബ്രപ്റ്റ്ലി ആണ് പെട്ടെന്ന് സംഭവിക്കണം ഷോർട്ട് ഡിസ്റ്റൻസിൽ. അതിനാണ് നമ്മൾ റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഹൈഡ്രോളിക് ജമ്പ് ആൻഡ് ഹൈഡ്രോളിക് ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് പറഞ്ഞിരുന്നത് സബ് ക്രിട്ടിക്കൽ ഫ്ലോയിനും സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി റിലേറ്റീവ് എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഇനേഷ്യ ചാനൽ ഫ്ലോ മേ ബി ഡിസൈനഡ് അറ്റ് സബ് ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ, സൂപ്പർ ക്രിട്ടിക്കൽ. അതായത് ഗ്രാവിറ്റിയുടെയും ഇനേഷ്യയുടെയും നമ്മൾ അത് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ സബ് ക്രിട്ടിക്കൽ, സൂപ്പർ ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ എന്ന് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രാവിറ്റി ബൈ ഇനേഷ്യ ഫോഴ്സ് ആണ് ഫ്രൂട്ട്സ് നമ്പർ. ഓക്കെ, ഫ്രൂട്ട്സ് നമ്പറിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മളതിനെ ക്രിട്ടിക്കലാണോ സബ് ക്രിട്ടിക്കലാണോ സൂപ്പർ ക്രിട്ടിക്കലാണോ എന്ന് നമ്മളത് ആ ഫ്ലോ എങ്ങനെയുള്ള ഫ്ലോ ആണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് നമ്പർ നോക്കിയിട്ടാണ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് ഇനേഷ്യ ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സസ് ഇസ് ദി ഡയമെൻഷണൽ പാരാമീറ്റർ കോൾഡ് ഫ്രൂട്ട്സ് നമ്പർ. ഓക്കെ, ഫ്രൂട്ട്സ് നമ്പർ FR is equal to V/√GD. ഓക്കെ, ഫ്രൂട്ട്സ് നമ്പറിൻ്റെ ഇക്വേഷൻ V/√GD ആണ്. ഓക്കെ, V is the mean velocity of flow and D is the hydraulic depth of channel section. ഓക്കെ, ഇതിൽ ഫ്രൂട്ട്സ് നമ്പർ 1 ആണെങ്കിൽ നമ്മളതിനെ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയും. ഓക്കെ, ഫ്രൂട്ട്സ് നമ്പർ 1 ആണെങ്കിൽ ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ FR is equal to 1 എന്ന് കൊടുക്കുമ്പോൾ V/√GD is equal to 1 ആണ്. സോ V is equal to √GD. അപ്പോൾ ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കേസിൽ V is equal to √GD ആയിരിക്കും. ദെൻ സബ് ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കേസിൽ ഫ്രൂട്ട്സ് നമ്പർ ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഫ്രൂട്ട്സ് നമ്പർ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ വരുമ്പോൾ V ഈസ് ലെസ് ദാൻ √GD ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഫ്രൂട്ട്സ് നമ്പർ 1 ആണെങ്കിൽ ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കേസിൽ ഫ്രൂട്ട്സ് നമ്പർ 1 ആയിരിക്കും. സോ ഫ്രൂട്ട്സ് നമ്പർ 1 എന്ന് പറയുമ്പോൾ V ഈസ് ഈക്വൽ ടു √GD ആണ്. ദെൻ സബ് ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കേസിൽ ഫ്രൂട്ട്സ് നമ്പർ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ മീൻ വെലോസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ √GD ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ സബ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. സബ് ക്രിട്ടിക്കലിനെ ട്രാൻക്വിൽ എന്നും സ്ട്രീമിംഗ് എന്നും പറയും. ദെൻ സിമിലർലി ഫ്രൂട്ട്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 വരാണെങ്കിലാണ് നമ്മൾ അതിനെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോനെ റാപ്പിഡ് എന്നും ഷൂട്ടിംഗ് എന്നും ടൊറൻഷ്യൽ എന്നും പറയും. ഓക്കെ, സൂപ്പർ ക്രിട്ടിക്കൽ, റാപ്പിഡ്, ടൊറൻഷ്യൽ, ഷൂട്ടിംഗ് എന്നും പറയും. ഓക്കെ, ദെൻ സബ് ക്രിട്ടിക്കലിനെ നമ്മൾ എഗെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതിയാവും. വെൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഈസ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ഡെപ്ത്, അതായത് y ഗ്രേറ്റർ ദാൻ YC ആണെങ്കിൽ ഫ്ലോ ഈസ് സെഡ് ടു ബി സബ് ക്രിട്ടിക്കൽ ഫ്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചാനലിൻ്റെ ഈ ഒരു ഡെപ്താണ് ക്രിട്ടിക്കൽ ഡെപ്ത് YC എങ്കിൽ സബ് ക്രിട്ടിക്കലിൻ്റെ കേസിൽ വരുന്ന ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ YC ആയിരിക്കും. ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും മുകളിലായിരിക്കും സബ് ക്രിട്ടിക്കലിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോ വരുന്നത്. വെൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ഡെപ്ത്, ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കൂടുതലാണ് ഡെപ്ത് ഓഫ് ഫ്ലോ എങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ. ഫോർ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ദ ഫ്ലോ വെലോസിറ്റി ഈസ് ലെസ് ദാൻ ദി ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് ഫ്ലോ. സബ് ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും എങ്ങനെയാണ് ആ പേര് വന്നതെന്ന്. ആ പേര് വന്നതിൻ്റെ റീസൺ ഇതാണ്. ഫ്ലോ വെലോസിറ്റി ഈസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് ഫ്ലോ. ഇവിടെ വരുന്ന ഈ ഒരു ഫ്ലോൻ്റെ വെലോസിറ്റി വരുന്നത് ക്യാപിറ്റൽ V എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ആയിരിക്കും. ക്രിട്ടിക്കൽ വെലോസിറ്റിനേക്കാളും കുറവായിരിക്കും ഫ്ലോ വെലോസിറ്റി വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സബ് ക്രിട്ടിക്കൽ. ഡെപ്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്ലോ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് വരണം, അപ്പോഴാണ് നമ്മൾ അതിനെ സബ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. വെലോസിറ്റിയുടെ കേസിൽ പറയുമ്പോൾ വെലോസിറ്റി ലെസ് ദാൻ ദി ക്രിട്ടിക്കൽ വെലോസിറ്റി ആണെങ്കിൽ നമ്മളതിനെ സബ് ക്രിട്ടിക്കൽ എന്ന് പറയും. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഫ്രൂട്ട്സ് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിലും സബ് ക്രിട്ടിക്കൽ എന്ന് പറയും. സോ ഈ 3 പോയിന്റ്സ് ആണ് സബ് ക്രിട്ടിക്കൽ
സബ് ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ എഴുതേണ്ടത് ഈ 3 പോയിന്റ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഓർ റാപ്പിഡ് ഓർ ഷൂട്ടിംഗ് ഓർ ടൊറൻഷ്യൽ. നമ്മൾ പറഞ്ഞു 4 നെയിമിലാണ് അത്. 4 നെയിം നമുക്ക് പറയാവുന്നതാണ്. സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറയാം, റാപ്പിഡ് എന്ന് പറയാം, ഷൂട്ടിംഗ് എന്ന് പറയാം, ടൊറൻഷ്യൽ എന്ന് പറയാം. ഓക്കെ, ദെൻ സബ് ക്രിട്ടിക്കലിൻ്റെ കേസിൽ ഡെപ്ത് ഓഫ് ഫ്ലോ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആയിരുന്നു. ഇതിൻ്റെ സൂപ്പർ ക്രിട്ടിക്കലിൻ്റെ കേസിലാവുമ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആയിരിക്കും. ഓക്കെ, ദെൻ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോയിൽ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ലെസ് ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ആണെങ്കിലാണ് നമ്മളതിനെ സബ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. സൂപ്പർ ക്രിട്ടിക്കൽ ആവുമ്പോൾ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ മോർ ദാൻ ദി ക്രിട്ടിക്കൽ വെലോസിറ്റി ആണെങ്കിലാണ് നമ്മളതിനെ സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറയാം. ഓക്കെ, സൂപ്പർ ക്രിട്ടിക്കലിൻ്റെ കേസിൽ ഫ്രൂട്ട്സ് നമ്പർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ എടുക്കുമ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ y എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുറവാണെങ്കിലാണ് നമ്മളതിനെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയാം. ഓക്കെ, ദെൻ പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. 3 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ പാർട്ട് ബിയിൽ വരുമ്പോൾ 14 മാർക്സിനുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ 17th ക്വസ്റ്റ്യന് എയും ബിയും ഉണ്ട്. സോ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും സോൾവ് ചെയ്താലാണ് നമുക്ക് ആ ടോട്ടൽ 14 മാർക്സ് കിട്ടുള്ളൂ. ദെൻ അതേപോലെ 18th ക്വസ്റ്റ്യനും എയും ബിയും ഉണ്ട്. അത് രണ്ടും സോൾവ് ചെയ്താലാണ് 14 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 2 ക്വസ്റ്റ്യനും വായിച്ച് നോക്കിയിട്ട് 17th ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടെ ഈസിയസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 17th ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. ഓർ 18th ക്വസ്റ്റ്യൻ ആണ് ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 18th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ദെൻ 17th എയും 18th ബി അല്ലെങ്കിൽ 17th ബി 18th എ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതായത് 17th ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ 17th 2 ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 17th എ ക്വസ്റ്റ്യൻ നോക്കാം. 17th എ ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ ഫ്ലോ ഇൻ എ 2.2 meter wide rectangular channel is measured by a rectangular weir with crest length 1 meter and height 0.6 meter. Find the discharge in the channel when the head over the weir is 0.3 meter. Take CD as 0.62. CD 0.62 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കൺസിഡർ എൻ കോൺട്രാക്ഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. എൻ കോൺട്രാക്ഷനും വെലോസിറ്റി അപ്രോച്ചും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നത് Q is equal to, അതായത് എൻ കോൺട്രാക്ഷനും വെലോസിറ്റി ഓഫ് അപ്രോച്ചും കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴത്തെ ഇക്വേഷൻ വരുന്നത് Q is equal to 2/3 CD into √2G L into point N into H1 ആണ് നമ്മൾ എൻ കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ടേം 0.1 ഇൻറ്റു എത്ര എൻ കോൺട്രാക്ഷൻ എത്രയാണ് വരുന്നത്. ഇപ്പോൾ റെക്ടാങ്കുലർ ആണെങ്കിൽ ഈ ഒരു സൈഡിലും എൻ കോൺട്രാക്ഷൻ ഉണ്ടാവും, ഈ ഒരു സൈഡിലും എൻ കോൺട്രാക്ഷൻ ഉണ്ടാവും. സോ എന്നിൻ്റെ വാല്യൂ 2 ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ എൻ കോൺട്രാക്ഷനുള്ളതിൻ്റെ ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ ആ ഒരു ടേം ആണ് 0.1 ഇൻറ്റു എൻ ടൈംസ് ഓഫ് H1. ഓക്കെ, ദെൻ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ടേം ആണ് HA. ഓക്കെ, അപ്പോൾ HA എന്ന് പറയുമ്പോൾ VA²/2G ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. 2/3 CD ഇൻറ്റു √2G L മൈനസ് 0.1 ഇൻറ്റു N ഇൻറ്റു H1 ഇൻറ്റു H1 റേസ് ടു 3/2 മൈനസ് HA റേസ് ടു 3/2. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ CD ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. CD ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 0.62 ആണ്. ഓക്കെ, CD 0.62 ആണ്. √2G നമുക്കറിയാം. ദെൻ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത്, ക്രസ്റ്റിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ L നമുക്കറിയാം 1 മീറ്റർ. ഓക്കെ, L 1 മീറ്റർ ആണ്. ദെൻ ഹെഡ് തന്നേക്കുന്നത് ക്വസ്റ്റ്യനിൽ വെൻ ദ ഹെഡ് ഓവർ ദി വിയർ ഈസ് 0.3 മീറ്റർ. ഓക്കെ, അപ്പോൾ ഹെഡ് 0.3 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇത് തന്നിരിക്കുന്നത് H ആണ്. ഹെഡ് H ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഇക്വേഷനിലുള്ളത് H അല്ല, H1 ആണുള്ളത്. ഓക്കെ, അപ്പോൾ H1 ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് H + HA. ഇത് എൻ കോൺട്രാക്ഷൻ എൻ കോൺട്രാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണോണ്ട് വന്ന ടേമാണ് H1. ഓക്കെ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ എൻ കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്യാണ്, എൻ കോൺട്രാക്ഷൻ അല്ല, വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യണോണ്ട് വന്ന ഒരു ടേമാണ് H1. ഓക്കെ, എൻ കോൺട്രാക്ഷൻ കാരണം വന്നതാണ് ഈ 0.1 ഇൻറ്റു N ടൈംസ് ഓഫ് H എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ വരുന്ന ഇക്വേഷനാണ് ഇങ്ങനെ. ഓക്കെ, അതായത് ഈ ഒരു H ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം.
എച്ച് നമ്മൾ 0.3 മീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു 0.3 മീറ്ററാണ് നമ്മളിവിടെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് എച്ച് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് എച്ച് മാറിയിട്ട് H1 ആവും ഇക്വേഷനിൽ. സോ H1 എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ H പ്ലസ് എച്ച് എ ആണ്. എച്ച് എയുടെ ഇക്വേഷൻ ആണ് VA²/2G. ഓക്കെ, ഇതിൽ VA², VA എന്ന് പറയുന്നത് VA is the velocity of approach. വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? നമ്മുടെ കയ്യിലുള്ളത് ഇത്രയും ടേംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ദെൻ ഇതിൽ നിന്ന് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? സോ അതിനുള്ള ആ ഒരു വഴിയാണ് ആദ്യം തന്നെ ഈ ഒരു ഇക്വേഷൻ അല്ല നമ്മൾ സോൾവ് ചെയ്യേണ്ടത് വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാണ്ട് നമ്മൾ ആദ്യം ഒരു ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണ് ഇത്, വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെ. ഓക്കെ, അത് വെച്ചിട്ട് നമ്മളൊരു ക്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ക്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി എന്ന് പറയുന്നത് Q/A അല്ലേ? സോ നമ്മളവിടെ ക്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെയുള്ള ക്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ക്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ നമുക്കറിയാം. ഇതിൽ ബി എന്ന് പറയുന്നത് 2.2 മീറ്ററും എച്ച് എന്ന് പറയുന്നത് 0.6 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ Q/A ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടും. സോ ആ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈ H1ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H1 കിട്ടും. ദെൻ ബാക്കി എല്ലാ ടേംസും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സോൾവ് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഡിസ്ചാർജ് അല്ല, വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാത്ത ഫോർമുലയിലത്തെ ഡിസ്ചാർജ് ആണ് നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു ക്യൂ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് Q is equal to 2/3 ഇൻറ്റു CD. CD എന്ന് പറയുന്നത് 0.62 ആണ്. 0.62 ഇൻറ്റു √2G. ഓക്കെ, ഇത് ഡിസ്ചാർജ് വിത്തൗട്ട് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ്. ദെൻ എൻ കോൺട്രാക്ഷൻ നമ്മളിതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണിത് ഫോർ റെക്റ്റാങ്കുലർ ചാനൽ. റെക്റ്റാങ്കുലർ ചാനലിൻ്റെ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണിത്. ഓക്കെ, 2/3 CD ഇൻറ്റു √2 ഇൻറ്റു 9.81 ഇൻറ്റു ലെങ്ത്ത്. ലെങ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 1 മീറ്റർ ആണ്. സോ 1 മൈനസ് 0.1 ഇൻറ്റു എൻ. റെക്റ്റാങ്കുലറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, റെക്റ്റാങ്കുലർ എടുക്കുമ്പോൾ എൻ കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ആണ് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലറിന് എൻ കോൺട്രാക്ഷൻ രണ്ട് സൈഡിലും സംഭവിക്കുന്ന കാരണം N=2 ആണ് വരാം. ഓക്കെ, അപ്പോൾ N=2 ഇൻറ്റു ഹെഡ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഹെഡ് ഓവർ ദ വിയർ ഈസ് 0.3 മീറ്റർ. ഓക്കെ, അപ്പോൾ 0.3 ഇൻറ്റു H⁻³ 0.3 ഇൻറ്റു 0.3⁻³. ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് വിത്തൗട്ട് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ചിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതിലെ ആൻസർ വരാം Q is equal to 0.2828 m³/s ആണ് വിത്തൗട്ട് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ചിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് Q/A is equal to Q/A എന്ന് പറയുമ്പോൾ Q 0.2828 ആണ്. 0.2828 ഡിവൈഡഡ് ബൈ ഏരിയ. റെക്റ്റാങ്കുലർ ചാനലിൻ്റെ ആണ്. അപ്പോൾ ഏരിയ വരുന്നത് 2.2 ഇൻറ്റു 0.6. 2.2 ഇൻറ്റു 0.6. ഓക്കെ, അപ്പോൾ ദെൻ വെലോസിറ്റി ഓഫ് അപ്രോച്ചിൻ്റെ ആൻസർ വരാം 0.214 m/s ആണ് വെലോസിറ്റി ഓഫ് അപ്രോച്ചിൻ്റെ ആൻസർ വരാം. ഓക്കെ, അപ്പോൾ ദെൻ H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1 is equal to ക്യാപിറ്റൽ Hൻ്റെ വാല്യൂ 0.3 മീറ്റർ ആണ്. ക്യാപിറ്റൽ H പ്ലസ് VA²/2G ആണ്. ഓക്കെ, VAയുടെ വാല്യൂ 0.214 ആണ്. ഓക്കെ, 0.214² 2 ഇൻറ്റു 9.81. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് H1ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ H1ൻ്റെ വാല്യൂ വരാം 0.3023 മീറ്റർ ആണ് H1ൻ്റെ വാല്യൂ വരാം. ഓക്കെ,
ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ എച്ച് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എച്ച് എ ഇവിടെ സെപ്പറേറ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. സോ എച്ച് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.214 സ്ക്വയർ ബൈ 2 ഇൻറ്റു 9.81. ഓക്കെ, അപ്പോൾ ദെൻ എച്ച് എയുടെ വാല്യൂ വരാം 2.334 ഇൻറ്റു 10⁻³ മീറ്ററാണ് എച്ച് എയുടെ വാല്യൂ വരാം. ഓക്കെ, ദെൻ ഈ ഒരു ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിത്ത് എൻ കോൺട്രാക്ഷൻ ആൻഡ് വിത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്ചാർജിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക 2/3 ഇൻറ്റു CD 0.62 ആണ്. ദെൻ √2 ഇൻറ്റു 9.81 ഇൻറ്റു L മൈനസ് 0.1 N ഇൻറ്റു H1. L എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. 1 മൈനസ് 0.1 ഇൻറ്റു N 2 ആണ്. H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3023 ആണ്. ഓക്കെ, ഇൻറ്റു H1⁻³ മൈനസ് HA⁻³. H1 എന്ന് പറയുന്നത് 0.3023 ആണ് ⁻³ മൈനസ് HA⁻³. 2.334 ഇൻറ്റു 10⁻³ ഓക്കെ, അപ്പോൾ ദെൻ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജിൻ്റെ ആൻസർ വരിക 0.286 m³/s ആണ് നമുക്ക് ഡിസ്ചാർജിൻ്റെ ആൻസർ വരിക വിത്ത് കൺസിഡറിങ് ആൻഡ് കോൺട്രാക്ഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഓക്കെ, വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, വെലോസിറ്റി ഓഫ് അപ്രോച്ച് എച്ച് എയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ എൻ കോൺട്രാക്ഷൻ എൻ എന്ന് പറയുന്നതാണ് എൻ കോൺട്രാക്ഷൻ്റെ ടേം വരുന്നത്. സോ അത് രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്ചാർജിൻ്റെ വാല്യൂ വരുന്നത് 0.286 m³/s ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് 17th ബി ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ ദ ടേംസ് ഹൈഡ്രോളിക് ഡെപ്ത് ആൻഡ് ഹൈഡ്രോളിക് റേഡിയസ് ആണ്. ഓക്കെ, 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഹൈഡ്രോളിക് ഡെപ്ത് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 2 മാർക്സും ഹൈഡ്രോളിക് റേഡിയസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 2 മാർക്സും ആയിരിക്കും. അപ്പോൾ ആദ്യം ഹൈഡ്രോളിക് ഡെപ്ത് എന്താണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ദെൻ ഹൈഡ്രോളിക് ഡെപ്ത് ഇസ് ദി റേഷ്യോ ഓഫ് ദി വെറ്റഡ് ഏരിയ ടു ദി ടോപ്പ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോപ്പ് വിഡ്ത്ത് ആണ്. ഓക്കെ, വെറ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോപ്പ് വിഡ്ത്ത്. ദെൻ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ചാനലിൻ്റെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പിൽ വരുന്ന ആ ഒരു വിഡ്ത്താണ് T ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇപ്പോൾ വാട്ടറാണ് അതിൽ ആ ഒരു ബോഡി നമ്മൾ ആ ഒരു ചാനൽ കൺസിഡർ ചെയ്യുമ്പോൾ വാട്ടർ ആണെങ്കിൽ ആ വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡെപ്തിലാണ് വാട്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു ഡെപ്ത്, ദെൻ അതിൻ്റെ വിഡ്ത്ത് എത്രയാണെങ്കിൽ ബി ആണ് വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുമ്പോൾ B ഇൻറ്റു Y ആണ്. ഇപ്പോൾ റെക്റ്റാങ്കുലർ ചാനലിൻ്റെ കേസിൽ വെറ്റഡ് ഏരിയ വരുന്നത് B ഇൻറ്റു Y ആയിരിക്കും. ഓക്കെ, ദെൻ വെറ്റഡ് ഏരിയ ഇസ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ഫ്ലോ നോർമൽ ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ. അതായത് ഫ്ലോൻ്റെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്ലോൻ്റെ നോർമൽ ആയിട്ടുള്ള ആ ഒരു സെക്ഷനിലെ ഏരിയ ആണ് നമ്മൾ വെറ്റഡ് ഏരിയ ആയിട്ട് എടുക്കാം. അതിനെ വാട്ടർ ഏരിയ എന്നും ഏരിയ ഓഫ് ഫ്ലോ സെക്ഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ ദെൻ ഹൈഡ്രോളിക് ഡെപ്ത് ഇസ് ദി വെറ്റഡ് ഏരിയ ടു ദി ടോപ്പ് വിഡ്ത്ത് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രോളിക് റേഡിയസ്. ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്നും പറയും. ഓക്കെ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് ഹൈഡ്രോളിക് ഡെപ്ത് ആയിരുന്നു. ഓക്കെ, ഇത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് മീൻ ഡെപ്തിൻ്റെ ഇക്വേഷൻ വരുന്നത് റേഷ്യോ ഓഫ് ദി വെറ്റഡ് ഏരിയ ടു ദി വെറ്റഡ് പെരിമീറ്റർ. ഓക്കെ, ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റഡ് ഏരിയ ടു ദി ടോപ്പ് വിഡ്ത്ത് ആയിരുന്നു. വെറ്റഡ് ഏരിയ ടു ദി ടോപ്പ് വിഡ്ത്ത് ആയിരുന്നു. ദെൻ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓർ ഹൈഡ്രോളിക് റേഡിയസിൻ്റെ ഇക്വേഷൻ വരാം വെറ്റഡ് ഏരിയ ടു ദി വെറ്റഡ് പെരിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഫ്ലോ നോർമൽ ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഫ്ലോൻ്റെ ഡയറക്ഷനിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വെറ്റഡ് ഏരിയനെയാണ് നമ്മൾ വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വെറ്റഡ് ഏരിയനെ വാട്ടർ ഏരിയ എന്നും ഏരിയ ഓഫ് ഫ്ലോ സെക്ഷൻ എന്നും പറയും. ഓക്കെ, ദെൻ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ചാനൽ ബൗണ്ടറി ഇൻ കോണ്ടാക്ട് വിത്ത് ഫ്ലോയിങ് ദ വാട്ടർ അറ്റ് എനി സെക്ഷൻ. ഓക്കെ, അപ്പോൾ ദെൻ അഗെയിൻ റെക്റ്റാങ്കുലർ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ്
വിഡ്ത്ത്, ദെൻ ഇതാണ് ഡെപ്ത് വരുന്നതെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ചാനൽ ബൗണ്ടറി ഇൻ കോണ്ടാക്ട് വിത്ത് ദി ഫ്ലോയിങ് വാട്ടർ. അതായത് ഈ ഒരു ലെങ്ത് ഓഫ് ദി ചാനൽ ബൗണ്ടറി ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഫ്ലോയിങ് വാട്ടർ അറ്റ് എനി സെക്ഷൻ, ആ ഒരു ഫ്ലോ ചെയ്യുന്ന ആ ഒരു ലെങ്ത്താണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം സാധാരണ നമ്മൾ പെരിമീറ്റർ കാണുമ്പോൾ, അതായത് വെറുതെ ഒരു റെക്റ്റാങ്കുലറിൻ്റെ പെരിമീറ്റർ കാണുമ്പോൾ, റെക്റ്റാങ്കുലറിൻ്റെ പെരിമീറ്റർ എ ഇൻറ്റു ബി ആണെങ്കിൽ നമ്മൾ 2 ഇൻറ്റു എ പ്ലസ് ബി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റെക്റ്റാങ്കുലറിൻ്റെ പെരിമീറ്റർ കിട്ടുന്നത്. ഈ ഒരു സൈഡ് എ ആണ്, ഈ ഒരു സൈഡ് ബി ആണ്. സോ എ പ്ലസ് ബി പ്ലസ് എഗെയിൻ എ പ്ലസ് ബി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പെരിമീറ്റർ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ബി പ്ലസ് 2y ആണ്. ഓക്കെ, നമ്മൾ ടോപ്പിൽ വിഡ്ത്ത് എടുക്കില്ല, വെറ്റഡ് പെരിമീറ്റർ ആണ്. സോ ഈ 3 സർഫസ് മാത്രമാണ് വെറ്റഡ് ആയിട്ടുള്ളൂ. സോ ബി പ്ലസ് 2y ആണ് വെറ്റഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. സോ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇൻറ്റു വൈ. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ബി പ്ലസ് വൈ പ്ലസ് വൈ. സോ പി എന്ന് പറയുന്നത് ബി പ്ലസ് 2y ആണ് വരാം. ഓക്കെ, റെക്റ്റാങ്കുലറിൻ്റെ കേസിലാണ് ഈ ഇക്വേഷൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ദെൻ വെറ്റഡ് പെരിമീറ്റർ ഇസ് ദി ലെങ്ത് ഓഫ് ദി ചാനൽ ബൗണ്ടറി ഇൻ കോണ്ടാക്ട് വിത്ത് ദി ഫ്ലോയിങ് വാട്ടർ അറ്റ് എനി സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ഡെപ്തിൻ്റെ ഇക്വേഷൻ വരുന്നത് വെറ്റഡ് ഏരിയ ടു ദി ടോപ്പ് വിഡ്ത്ത് ആണ്. ഓക്കെ, അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഹൈഡ്രോളിക് ഡെപ്ത് ഡി കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഹൈഡ്രോളിക് റേഡിയസിനെ നമ്മൾ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്നും പറയും. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹൈഡ്രോളിക് റേഡിയസ് ആണ്. സോ ഈ ഒരു 6, അപ്പോൾ ആ ഒരു 6 കൊണ്ടാണ് നമ്മൾ ഹൈഡ്രോളിക് റേഡിയസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വെറ്റഡ് ഏരിയ ടു ദി വെറ്റഡ് പെരിമീറ്റർ, ആ ഒരു റേഷ്യോ ആണ് ഹൈഡ്രോളിക് റേഡിയസിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ദെൻ 18th ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ ചാനൽസ്. ഓപ്പൺ ചാനൽസിൻ്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്പൺ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് ഒരു ഫ്രീ വാട്ടർ സർഫസ് ഉണ്ടായിരിക്കും. ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫ്രീ വാട്ടർ സർഫസ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രീ വാട്ടർ സർഫസ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഓപ്പൺ ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, an open channel is a conduit which has a free water surface exposed to the atmosphere. എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രീ വാട്ടർ സർഫസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ ഓപ്പൺ ചാനൽ എന്ന് പറയുന്നത്. റിവർ, കനാൽസ് അതെല്ലാം ഓപ്പൺ ചാനലിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് എനി ചാനൽ സെക്ഷൻ ഈസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചാനലിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഓഫ് ഫ്ലോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കില്ല. അത് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് പ്രഷറിൻ്റെ വേരിയേഷൻസ് വരും. ദെൻ ഈ സൈഡിൽ ചാനലിൻ്റെ 2 സൈഡിലും വരുന്നതിൻ്റെ റഫ്നെസ്സിലൊക്കെ വ്യത്യാസം വേരിയേഷൻസ് വരുമ്പോൾ അതിനനുസരിച്ച് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. Okay, the non-uniform distribution of velocity in an open channel is due to the presence of free surface. പറഞ്ഞില്ലേ, ഫ്രീ സർഫസ് കാരണമാണ് അറ്റ്മോസ്ഫിയർ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ ചാനലിൽ. സോ പ്രസൻസ് ഓഫ് ഫ്രീ സർഫസ് കാരണം ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എലോങ് ദി ചാനൽ ബൗണ്ടറി, ചാനലിൻ്റെ ബൗണ്ടറിയിൽ വരുന്ന ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാരണം നമുക്ക് നോൺ യൂണിഫോം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓപ്പൺ ചാനലിൻ്റെ കേസിൽ വരുന്നത്. സോ ഓപ്പൺ ചാനൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു ഫ്രീ സർഫസ് ഉണ്ടായിരിക്കും, അത് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ദെൻ അതിൻ്റെ വെലോസിറ്റി നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റി ആയിരിക്കും ഓപ്പൺ ചാനലിൽ. ദെൻ ആ നോൺ യൂണിഫോം വെലോസിറ്റി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രസൻസ് ഓഫ് ഫ്രീ സർഫസ് ആണ്. ഫ്രീ സർഫസിൻ്റെ പ്രസൻസ് കാരണമാണ്, അതായത് അറ്റ്മോസ്ഫിയറിൽ അത് എക്സ്പോസ്ഡ് ആണ്. സോ അതൊരു റീസൺ ആണ്. ദെൻ സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ചാനലിൻ്റെ ബൗണ്ടറിയിൽ വരുന്ന ആ ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാരണം നോൺ യൂണിഫോം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ടു മെഷർ ദ വെലോസിറ്റി ഓഫ് ഓപ്പൺ ചാനൽ ഇറ്റ് ഇസ് റിക്വയർഡ്. നമ്മുടെ ഓപ്പൺ ചാനലിലുള്ള ഇപ്പം ഇങ്ങനെ ഒരു ചാനലിലെ വെലോസിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പിറ്ററ്റ് ട്യൂബ് യൂസ് ചെയ്യാം. ദെൻ അതേപോലെ തന്നെ നമുക്ക് കറൻറ്റ് മീറ്ററും യൂസ് ചെയ്യാം. ഓക്കെ, കറൻറ്റ് മീറ്ററും പിറ്ററ്റ് ട്യൂബാണ് സാധാരണ വെലോസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ ചാനൽ സെക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയസ് ഫാക്ടേഴ്സ് സച്ച് ആസ് shape of the section, roughness, alignment of the channel. ഓക്കെ, അപ്പോൾ ഈ 3 ഫാക്ടേഴ്സാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ചാനലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്. ഇപ്പോൾ പല ഷേപ്പുള്ള ചാനൽസ് ഉണ്ടായിരിക്കും. റെക്റ്റാങ്കിൾ ഉണ്ടായിരിക്കും, ട്രയാങ്കിൾ ഉണ്ടായിരിക്കും, ട്രെപ്പിസോയിഡൽ ഉണ്ടായിരിക്കും, സർക്കുലർ ഉണ്ടായിരിക്കും.
അപ്പോൾ ഷേപ്പ് ഓഫ് ദി ചാനൽ സെക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും വെലോസിറ്റിനെ. സിമിലർലി റഫ്നെസ് ഓഫ് ദി ബൗണ്ടറിയിലെ റഫ്നെസ് ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ്, ചാനലിൻ്റെ അലൈൻമെൻറ്റ് എത്ര സ്ലോപ്പിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, then next, the pattern of velocity distribution in a channel section is represented by lines of equal velocity. നമ്മൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലൈൻസ് വെച്ചിട്ടാണ്. ലൈൻസ് ഓഫ് ഈക്വൽ വെലോസിറ്റി വെച്ചിട്ടാണ് നമ്മൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗേഴ്സിൽ കാണിച്ചിരിക്കുന്നത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിഗറാണ്. ഓക്കെ, അപ്പോൾ ദെൻ ആദ്യം റെക്ടാങ്കുലർ ചാനൽ സെക്ഷനിൽ വരുന്ന വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ട്രപ്പിസോയിഡൽ ചാനലിൽ വരുന്ന വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ട്രയാങ്കുലർ ചാനലിൽ വരുന്ന വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ദെൻ സർക്കുലർ ചാനലിൽ വരുന്ന വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാത്തിലും വേരിയേഷൻസ് ഉണ്ട്. ദെൻ നോക്കിക്കഴിയുമ്പോൾ മാക്സിമം വെലോസിറ്റി വരുന്നത് നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈക്വൽ വെലോസിറ്റി ഉള്ള ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതിൽ പറയുന്നത് ഇൻ എ ചാനൽ സെക്ഷൻ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലൈൻസ് ഓഫ് ഈക്വൽ വെലോസിറ്റി. ഈക്വൽ വെലോസിറ്റി ഉള്ള ഇതിൽ കോണ്ടൂർസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ വെലോസിറ്റി ഉള്ള പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് കോണ്ടൂർസ് വരച്ചിരിക്കുന്നത്. സോ ആ ഈക്വൽ വെലോസിറ്റി ഉള്ള ആ ഒരു പോയിന്റ്സിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടാൽ അറിയാം ഇതിൽ മാക്സിമം വരുന്നത് ടോപ്പ് സർഫസിലല്ല, കുറച്ച് ബിലോ ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ബിലോയിലാണ് ഇതിൽ മാക്സിമം വെലോസിറ്റി വരുന്നത്. എല്ലാ ഫിഗറിലും അങ്ങനെ തന്നെയാണ്. മാക്സിമം വരുന്നത് സർഫസിൻ്റെ ബിലോ ഒരു ഡെപ്തിലാണ് മാക്സിമം വെലോസിറ്റി വരുന്നത്. ഓക്കെ, ഈ ഒരു ട്രയാങ്കുലറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടോപ്പിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടാണ് മാക്സിമം വരുന്നത്. സർക്കുലറിൻ്റെ കേസിലും ടോപ്പിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് മാക്സിമം വരുന്നത്. ഓക്കെ, ഇൻ ദ സ്ട്രെയിറ്റ് റേഞ്ച് ഓഫ് എ ചാനൽ ദ മാക്സിമം വെലോസിറ്റി generally occurs at a distance of 0.05 to 0.15 depth of flow from the free surface of flow. ഓക്കെ, അപ്പോൾ ഫ്രീ സർഫസിൽ നിന്ന് 0.05 to 0.15 ഡെപ്ത് ഓഫ് ഫ്ലോയിലാണ് മാക്സിമം വെലോസിറ്റി വരും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയഗ്രാംസ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിൽ മാക്സിമം വെലോസിറ്റിയുടെ പോയിന്റ് വരുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.05 to 0.15 ടൈംസ് ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോയിലാണ് മാക്സിമം വെലോസിറ്റി വരുന്നത്. ഓക്കെ, ദെൻ ഏവറേജ് വെലോസിറ്റിയുടെ കേസിലാണെങ്കിൽ average velocity of a particular open channel velocity at a depth of 0.6 meter from the free water surface. ഓക്കെ, അപ്പോൾ ആവറേജ് വെലോസിറ്റി നമ്മൾ എടുക്കുമ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ 0.6 മീറ്റർ ബിലോ ഉള്ള ഡെപ്ത് ഓഫ് ഫ്ലോയിലാണ് ആവറേജ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, ജനറലി ആണ് നമ്മൾ ഡയറക്റ്റ് 0.6 ടൈംസ് ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ എടുക്കാം. ഓക്കെ, ഇനി സ്റ്റിൽ ബെറ്റർ അപ്രോക്സിമേഷൻ ഫോർ ദി ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ടേക്കിംഗ് ദി average of velocities measured at 0.2 depth of flow and 0.8 depth of flow. 0.2 depth of flow ൻ്റെയും 0.8 depth of flow ൻ്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആവറേജ് വെലോസിറ്റീൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു പ്രോബ്ലമാണ്. 18th ക്വസ്റ്റ്യൻ്റെ ബി ക്വസ്റ്റ്യൻ 10 മാർക്സിനുള്ള ഒരു പ്രോബ്ലമാണ് വന്നിരിക്കുന്നത്. എ ട്രപ്പിസോയിഡൽ ചാനൽ ഡിസ്ചാർജിങ് വാട്ടർ അറ്റ് ദി റേറ്റ് ഓഫ് 10 meter cube per second. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് Q is equal to 10 meter cube per second. ഓക്കെ, ട്രപ്പിസോയിഡൽ ചാനലാണ്. ഡിസൈൻ ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻസിൻ്റെ കണ്ടീഷൻസ് വരുന്നത് സെഡ് എപ്പോഴും 1/√3 ആയിരിക്കും. ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ സെക്ഷൻ സെഡ് വിൽ ബി ഈക്വൽ ടു 1/√3 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ വരുന്നത് B + 2Z/2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 y into √1 + z² ആണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ ട്രപ്പിസോയിഡലിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ Z is equal to 1/√3 ആണ്. ദെൻ B + 2ZY/2 ഈസ് ഈക്വൽ ടു y into √1 + z² ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷൻസിൻ്റെ കണ്ടീഷൻസ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ബോട്ടം വിഡ്ത്ത് ഓഫ് ദി ചാനൽ ആൻഡ് ഡെപ്ത് ഓഫ് ഫൈൻഡ് ചെയ്യാനാണ്. ബോട്ടം വിഡ്ത്ത് ഓഫ് ചാനലും ഡെപ്ത് ഓഫ് വാട്ടറും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. അതായത് ബി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ബോട്ടം വിഡ്ത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ദെൻ ചാനലിൻ്റെ ഡെപ്ത്തും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബിയും വൈയും ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സൈഡ് സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണ്. ഓക്കെ, ദെൻ ബെഡ് സ്ലോപ്പ് തന്നിരിക്കുന്നത് 1 in 750 ആണ്.
ചേസീസ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. ചേസീസ് കോൺസ്റ്റൻറ്റ് C is equal to 66 തന്നിട്ടുണ്ട്. ദെൻ ബെഡ് സ്ലോപ്പ് S is equal to 1/750 ആണ്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ബോട്ടം വിഡ്ത്തും ചാനലിൻ്റെ ആ ഒരു ഡെപ്തും ആണ്. ബിയും വൈയും ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്നത് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനാണ്. നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു കണ്ടീഷനും യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആദ്യം b plus 2zy/2 is equal to y into √1 plus z square. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം എടുക്കുക. ദെൻ നമ്മൾ പറഞ്ഞത് z is equal to 1/√3 ആയിരിക്കും. ഓക്കെ, അതാണ്. ഓർ തീറ്റ is equal to 60 ഡിഗ്രി ആയിരിക്കും. തീറ്റ is equal to 60 ഡിഗ്രി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ z is equal to 1/√3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ സെഡിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ b plus 2 into z 1/√3 ആണ്. സോ 1/√3 into y നമുക്കറിയില്ല. സോ y/2 is equal to y into √1 plus സെഡിൻ്റെ വാല്യൂ അഗെയിൻ 1/√3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1/√3 ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ b plus 2/√3y is equal to ഈ 2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 2y into √1 plus 1/3. 1/√3യുടെ സ്ക്വയർ ചെയ്യുമ്പോൾ 3 ആണ് നമുക്ക് കിട്ടുക. സോ 1/3. ദെൻ b plus 2/√3y is equal to 2y into 1 into 3 3 plus 1 is equal to 4. ദെൻ √4/3 √4/3 ആണ് നമുക്ക് ആൻസർ വരാം ഇത് സോൾവ് ചെയ്യുമ്പോൾ. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. റേഷണൽ നമ്പേഴ്സ് ആണ്. റേഷണൽ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1 plus 1/3 എന്ന് പറയുമ്പോൾ 3 plus 1/3. സോ 4/3 ആണ് വരാം. ഓക്കെ, അപ്പോൾ 4/3യുടെ റൂട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 2/√3. ഓക്കെ, അപ്പോൾ ഇനി y എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ b is equal to 2 into 2. ഇവിടെ 2 into 2 4 ആണ് വരിക. സോ 4/√3y മൈനസ് 2/√3y. 4/√3y മൈനസ് 2/√3y. ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ വരിക 2/√3y ആണ്. ഓക്കെ, അപ്പോൾ b is equal to 2/√3y. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ബി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്ട് വൈ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ട്രപ്പീസോയിഡലിൻ്റെ കേസിൽ നമുക്ക് അറിയാവുന്നത് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഈ രണ്ട് കണ്ടീഷൻസ് ആണ്. ദെൻ അഗെയിൻ ഓക്കെ, അപ്പോൾ ദെൻ ഏരിയ ഓഫ് ട്രപ്പീസോയിഡൽ സെക്ഷൻ വരാം A is equal to b plus zy into y. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ബി ഫൈൻഡ് ഔട്ട് ചെയ്തത് 2/√3 ടൈംസ് ഓഫ് y ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഏരിയയുടെ ഈ ഒരു ഇക്വേഷനിൽ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2/√3y. ഓക്കെ, 2/√3y പ്ലസ് z 1/√3 ആണ് ഇൻറ്റു y. ഓക്കെ, അപ്പോൾ 2/√3y പ്ലസ് 1/√3y എന്ന് പറയുമ്പോൾ 3/√3y ഇൻറ്റു y. ഓക്കെ, 3/√3 എന്ന് പറയുന്നത് √3y² ആണ്. ഓക്കെ, അപ്പോൾ √3y² ആണ് ഏരിയ വരുന്നത്. ഏരിയ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് Q ആണ്. Q is equal to 10 m³/s ആണ്. ഓക്കെ, അപ്പോൾ Q എന്ന് പറയുന്നത് ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷൻ്റെ Q എന്ന് പറയുന്നത് Q is equal to AC√RS ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏരിയ ടേം നമുക്കറിയാം √3y² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ സി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 66 ആണ്. ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 m³/s. ദെൻ എസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 1/750 ആണ്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ, ഇപ്പോൾ 10 is equal to ഏരിയ √3y². ദെൻ സി 66. ദെൻ √r
ആർ എന്ന് പറയുന്നത് y/2 ആണ്. ഓക്കെ, അപ്പോൾ y/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, y/2 ഇൻറ്റു എസ് എന്ന് പറയുന്നത് സ്ലോപ്പാണ്. നമ്മൾ സ്ലോപ്പ് ബെഡ് സ്ലോപ്പ് 1/750 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 1/750 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദെൻ നമുക്ക് ഇതിൽ നിന്ന് വൈയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ ആ വൈയുടെ വാല്യൂ യൂസ് ചെയ്തിട്ട് ബി ഈസ് ഈക്വൽ ടു 2/√3 ടൈംസ് ഓഫ് വൈ ആണ്. സോ വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം 10 ഈസ് ഈക്വൽ ടു √3 y² ഇൻറ്റു 66 ഇൻറ്റു ഓക്കെ y/2 ഇൻറ്റു 750. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 10² ഇസ് ഈക്വൽ ടു മൊത്തം ഈ ഒരു ഫുൾ ടേംസിനെ മൊത്തം ഒരുമിച്ച് സ്ക്വയർ ചെയ്യുമ്പോൾ 3 ഇൻറ്റു y⁴ ഇൻറ്റു 66² ഇൻറ്റു y/2 ഇൻറ്റു 750. ഓക്കെ, അപ്പോൾ ദെൻ വൈയുടെ ടേം ഒരുമിച്ച് എഴുതുമ്പോൾ ഓക്കെ y⁴ ഉണ്ട് y ഉണ്ട്. സോ y⁵ ആവും. ഓക്കെ, അപ്പോൾ y⁵ ഇസ് ഈക്വൽ ടു y⁵. ഈ ഒരു സൈഡിൽ y⁵ നിർത്തി ബാക്കി എല്ലാ ടേമിനും പതിയെ കൊണ്ടുപോകുമ്പോൾ 10² ഇൻറ്റു 2 ഇൻറ്റു 750 ഡിനോമിനേറ്റർ ആണ്. പ്രതിക്ക് പോകുമ്പോൾ അത് ന്യൂമറേറ്റർ ആവും. 2 ഇൻറ്റു 750 ഡിവൈഡഡ് ബൈ ഓക്കെ ദെൻ 3 ഇൻറ്റു റിമൈനിങ് 66² ആണ്. 3 ഇൻറ്റു 66² ഡിവൈഡഡ് ആവും. 3 ഇൻറ്റു 66². ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ y⁵ കിട്ടും. ഓക്കെ, അപ്പോൾ y⁵ ഓക്കെ y⁵ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ദെൻ y⁵ ഇത് ഈ മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് y⁵ ആണ്. സോ നമുക്കത് വൈൻ്റെ ടേമിൽ കിട്ടാൻ വേണ്ടിയിട്ട് y⁵ ഇൻറ്റു 1/5 ചെയ്താൽ പോരെ. സോ നമുക്കത് വൈൻ്റെ ടേമിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഈ ചെയ്ത് കിട്ടുന്ന മൊത്തം ആൻസറിനെ ⁵1/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു വൈയുടെ ആൻസർ വരും. ഓക്കെ, y⁵ ആണ്. സപ്പോസ് 1/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് y കിട്ടണമെങ്കിൽ 5 ഇൻറ്റു 1/5 ചെയ്യുക. റേഷ്യോ ആണ് കേട്ടോ. y⁵ ആണ് നമ്മൾ 1/5 എന്ന് പറഞ്ഞതെങ്കിൽ y⁵ ഇൻറ്റു 1/5 ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 1/5 ചെയ്യുമ്പോൾ y⁵1. സോ y 1 ആയില്ലേ. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുന്ന പോലെ തന്നെ റൈറ്റ് സൈഡിലും ചെയ്യണം. അപ്പോൾ 1/5 ചെയ്താൽ മതി. ഓക്കെ, ആ സെയിം കൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൈയുടെ ആൻസർ വരാം 1.63 മീറ്റർ ആണ് വൈയുടെ ആൻസർ വരാം. ഓക്കെ, ഇവിടെ y 1.63 നമുക്ക് കിട്ടി. ഇക്വേഷൻ b ഈസ് ഈക്വൽ ടു 2/√3 y ആണ്. ഓക്കെ, അപ്പോൾ അതിൽ b ഈസ് ഈക്വൽ ടു 2/√3 ടൈംസ് ഓഫ് y ആണ്. വൈയുടെ വാല്യൂ 1.63 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദെൻ നമുക്ക് വിഡ്ത്തിൻ്റെ ആൻസർ വരിക 1.88 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാനലിൻ്റെ വിഡ്ത്തും കിട്ടി, ദെൻ അതിൻ്റെ ഡെപ്തും കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ട്രപ്പീസോയിഡൽ ചാനലാണ്. ദെൻ നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബോട്ടം വിഡ്ത്തും ചാനലിൻ്റെ ഡെപ്തുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എഴുതുമ്പോൾ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പീസോയിഡൽ സെക്ഷൻ്റെ കണ്ടീഷൻ b+2zy/2 ഈസ് ഈക്വൽ ടു y ഇൻറ്റു √1 + z² ആണ് മോസ്റ്റ് എക്കണോമിക്കലിൻ്റെ ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷൻ്റെ കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അതിൽ സെഡിൻ്റെ അഗെയിൻ കണ്ടീഷൻ z ഇസ് ഈക്വൽ ടു 1/3 ഓർ തീറ്റ ഇസ് ഈക്വൽ ടു 60 ആണ് അതർ കണ്ടീഷൻ വരുന്നത്. സോ ഈ z ഇസ് ഈക്വൽ ടു 1/√3 എന്നുള്ളത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബിയുടെ ഇക്വേഷൻ ടേംസ് ഓഫ് y വിത്ത് നമ്മൾ ഈ സെഡ് ടേംസ് ഒക്കെ 1/√3 ആക്കുമ്പോൾ റിമൈനിങ് നമുക്ക് വൈയുടെ ടേംസിലാണ് ബിയുടെ വാല്യൂ കിട്ടുക. സോ ബി ഈസ് ഈക്വൽ ടു 2/√3 y എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ബി ഇൻ ടേംസ് ഓഫ് y നമ്മളൊരു ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ബിയും വൈയും ആണ്. സോ എഗെയിൻ ഒരു റിലേഷനും കൂടെ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് വേണം. സോ നമ്മൾ ട്രപ്പീസോയിഡിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ട്രപ്പീസോയിഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് b + z/y ആണ്. സോ
സോ നമ്മൾ ബി പ്ലസ് സെഡ് വൈ ഇൻറ്റു വൈയിൽ നമ്മുടെ ബിയുടെ ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത വാല്യൂയും സെഡിൻ്റെ 1/√3 എന്നുള്ള വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ദെൻ നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ ടേംസ് ഓഫ് വൈയിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ √3y² ആണ് ഏരിയയുടെ ഇക്വേഷൻ വരാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ഇനി റിമൈനിങ് ആയിട്ട് ഒരു ടേമും കൂടെ കിടപ്പുണ്ട്, അതാണ് ഡിസ്ചാർജ് ക്യൂ. അപ്പോൾ ട്രപ്പീസോഡൽ സെക്ഷൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഡിസ്ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു AC√RS ആണ്. അതിൽ എയും നമുക്കറിയാം, സി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് y/2 ആണ്. ഓക്കെ, അപ്പോൾ y/2 ആണ് നമുക്കറിയാം. എസ് എന്ന് പറയുന്നതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇനി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്യൂവിൻ്റെ ആ ഒരു ഇക്വേഷനിൽ ക്യൂ ഈസ് ഈക്വൽ ടു AC√RS എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിമൈനിങ് ആ ഒരു വൈയുടെ വാല്യൂ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് 1.63 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ v ഈസ് ഈക്വൽ ടു 2/√3 y എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ നമ്മൾ വൈയുടെ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിഡ്ത്ത് കിട്ടുന്നത് 1.88 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഈ ഒരു ഇക്വേഷൻസ് ഈ കണ്ടീഷൻസ് ഒക്കെ എഴുതുന്നതിന് പ്രത്യേകം മാർക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു കണ്ടീഷന് മാർക്ക് ഉണ്ടായിരിക്കും. ആ സെഡ് ഈസ് ഈക്വൽ ടു 1/√3 എന്ന് എഴുതുന്നതിന് മാർക്ക് ഉണ്ടായിരിക്കും. ദെൻ അതേപോലെ ഓക്കെ, ഇങ്ങനെ കണ്ടീഷനായിട്ട് ഇത് രണ്ടുമാണ് അതിൻ്റെ കണ്ടീഷൻസ് വരുന്നത്. മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോഡൽ സെക്ഷൻ്റെ കണ്ടീഷൻ വരുന്നത് ഇത് രണ്ടുമാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അത് എഴുതണം. ദെൻ ഏരിയ ഓഫ് ട്രപ്പിസോഡൽ സെക്ഷൻ്റെ ആ ഒരു ഇക്വേഷൻ എഴുതുന്നതിനും മാർക്ക് ഉണ്ടായിരിക്കും. ദെൻ ഡിസ്ചാർജ് എഴുതുന്നതിനും മാർക്ക് ഉണ്ടായിരിക്കും. ദെൻ ഇതൊക്കെ കഴിഞ്ഞ് ബിയുടെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനും വൈയുടെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനും സെപ്പറേറ്റ് മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് 5th മൊഡ്യൂളും കൂടിയാണുള്ളത്. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് 5th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു.